നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉരുളക്കിഴങ്ങ് നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ദേ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ അവസ്ഥ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളന്ന് 2 ക്യാനിലാണ് ഉരുളക്കിഴങ്ങ് നട്ടു കൊടുത്തത്. 2 ക്യാനിലും നമുക്ക് ഇത്രയും വലുതായിട്ടുണ്ട്. നമ്മൾ മുഴുവനായിട്ടാണ് നട്ടു കൊടുത്തത്. നമ്മൾ മുറിച്ചിട്ടൊന്നും അല്ല കേട്ടോ നട്ടു കൊടുത്തത്. 2 ക്യാനിലും 2 എണ്ണം വെച്ച് മുളച്ച ഉരുളക്കിഴങ്ങാണ് കൊണ്ടുവന്ന് നട്ടത്, നല്ല പോട്ടി മിക്സോട് കൂടി. അപ്പോൾ നമ്മൾ നട്ട സമയത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മുറിച്ച് നട്ടാലും മതിയെന്ന്. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ മുറിച്ച് നട്ട സമയത്ത് എനിക്കത് ചീഞ്ഞു പോവുകയാണ് കേട്ടോ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം മുറിക്കാതെ നട്ടത്. എന്നുവെച്ചാൽ 2 എണ്ണം വെച്ചിട്ട് ഫുള്ളായിട്ടാണ് നട്ട് കൊടുത്തത്. അപ്പോൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ ഇങ്ങനെ നട്ടപ്പോഴാണ് എനിക്ക് വളരെ ചെറിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിലും നമുക്കത് ചീഞ്ഞു പോകാതെ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം മുഴുവനായിട്ട് നട്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ അവസ്ഥ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടിയും വളർന്ന് വലുതായിട്ട് ഇതിൻ്റെ തണ്ടുകളൊക്കെ ഒരു മഞ്ഞ കളറായി വരുന്ന സമയത്താണ് കേട്ടോ നമുക്ക് ഉരുളക്കിഴങ്ങ് പറിക്കാറാവുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ അവസ്ഥ എന്തായി എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ടുള്ള കാരണം കേട്ടോ. നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു തക്കാളിയുടെ ഇലകളുമായിട്ട് ഭയങ്കര സാമ്യമുള്ള ഒരു ചെടിയാണ് ഉരുളക്കിഴങ്ങിൻ്റെ ചെടി എന്നുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ തണ്ടും അതേപോലെ തന്നെ സെൻസിറ്റീവായിട്ടുള്ള തണ്ടുകളുമാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ അവസ്ഥ.